ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ആവേശം എന്നീ സിനിമകൾ കൃത്യം 13 ദിവസങ്ങൾ പിന്നിടുമ്പോൾ രണ്ട് സിനിമകളുടെയും ഏറ്റവും പുതിയ കേരള വേൾഡ് വൈഡ് കളക്ഷൻ കൃത്യമായിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യമേ ഫഹദിന്റെ ആവേശം എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ വീണ്ടും 3 കോടിക്കടുത്ത് കേരള ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത ഫഹദിന്റെ ആവേശം ഇതുവരെ കേരളത്തിൽ നിന്നും 45 കോടി രൂപയ്ക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. ഫഹദിന്റെ കരിയറിലെ തന്നെ ഒരു മലയാളം സിനിമയുടെ ആദ്യത്തെ 100 കോടി കളക്ഷൻ നേടിയെടുത്ത ആവേശം എന്ന സിനിമയുടെ വേൾഡ് കളക്ഷനും 100 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടത് ഇന്നലെ 13-ാം ദിവസത്തെ കളക്ഷനോടെയാണ്. 100 കോടി 60 ലക്ഷത്തിലേക്കാണ് ആവേശം ഇതുവരെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായിട്ട് നേടിയെടുത്തിരിക്കുന്നത്. ഇന്നലെയും 4 കോടിയോളം രൂപയാണ് സിനിമ ലോകമെമ്പാട് നിന്നും ഒരൊറ്റ ദിവസം മാത്രം കളക്ഷൻ നേടിയെടുത്തത്. ഇനി ആവേശം പോലെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇക്കഴിഞ്ഞ ശനി ഞായർ ദിവസങ്ങളിലെ പ്രതീക്ഷിച്ചതിനേക്കാൾ താഴെ കളക്ഷൻ വന്ന സിനിമയ്ക്ക് ഇപ്പോഴത്തെ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പോലും പ്രതീക്ഷിച്ചതിനേക്കാൾ താഴേക്ക് തന്നെയാണ് കളക്ഷൻ പൊരിക്കുന്നത് എന്നാണ് ഏറ്റവും പുതിയ സിനിമയുടെ വേൾഡ് വൈഡ് കൃത്യമായ കളക്ഷൻ വരുമ്പോൾ വ്യക്തമാകുന്നത്. കേരള ബോക്സ് ഓഫീസിൽ ഇതുവരെ 29 കോടി 90 ലക്ഷത്തിന് മുകളിൽ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ വൻ താരനിരോട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ഇന്നലത്തെ കളക്ഷനോടെയാണ് 70 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ഒരു ഘട്ടത്തിൽ ഞായറാഴ്ച കളക്ഷനോടെ 70 കോടി കടക്കുമെന്ന പ്രതീക്ഷ സിനിമ കൂടിയാണ് വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ സിനിമയുടെ കളക്ഷനിലെ പ്രതിദിന കളക്ഷനിൽ എല്ലായിടത്തും ഒരുപോലെ തന്നെ ഇടിവ് സംഭവിച്ചിരിക്കുന്നുവെന്ന് വ്യക്തമാണ്. 70 കോടി 10 ലക്ഷത്തിലേക്കാണ് വർഷങ്ങൾക്ക് ശേഷം 13 ദിവസങ്ങൾ കൊണ്ട് എത്തപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ വിഷു ഈദ് ക്ലാഷിലെ വമ്പൻ ലീഡോട് ഇപ്പോഴത്തെ ഫഹദിന്റെ ആവേശം വിഷു ഈദ് ക്ലാഷ് തൂക്കിയിരിക്കുന്നു എന്നാണ് പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. ആദ്യ ദിവസം വെറും ലക്ഷങ്ങളുടെ ലീഡിലായിരുന്നു രണ്ട് സിനിമകളിലെ ഫഹദിന്റെ ആവേശം മുന്നിട്ട് നിന്നതെങ്കിൽ ഇപ്പോഴത്തെ കൃത്യം 13-ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുമ്പോൾ ലീഡ് 30 കോടി ആയിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ അത് 50 കോടി ലീഡ് ആവാനുള്ള എല്ലാവിധ സാധ്യതകളും നാം കാണുന്നു. ഈ രണ്ട് മലയാളം സിനിമകളിൽ ഒന്നിലെ പ്രധാന താരമായ ധ്യാൻ ശ്രീനിവാസൻ ആദ്യ ദിവസം ഈ രണ്ട് മലയാളം സിനിമകളുടെ ക്ലാഷിൽ ഞങ്ങൾ ക്ലാഷ് തൂക്കിയെന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു. ആദ്യം അത് തമാശ രൂപേണ എന്നാണ് നാം കരുതിയതെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ക്യൂവിന്റെ അഭിമുഖം കണ്ടപ്പോൾ ധ്യാനിന്റെ ഉള്ളിലൊരു മത്സരം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. കൂടാതെ വളരെയധികം ന്യായീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന കാഴ്ചയും കാണുന്നുണ്ട്. എന്തായാലും ആവേശം എന്ന സിനിമ ക്ലാഷ് തൂക്കിയിരിക്കുകയാണ്. കാത്തിരിക്കൂ മുന്നോട്ടുള്ള സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ കേട്ട്.